ഇക്കാലത്ത് മിക്കവാറും ഒരുപാട് ആളുകൾ തങ്ങളുടേതായ കഴിവുകളെ വീഡിയോകളാക്കി യൂട്യൂബിൽ അവതരിപ്പിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. മറ്റൊരാളുടെ പരസഹായം കൂടാതെ സ്വന്തമായിട്ട് മൊബൈലിലും മറ്റും വീഡിയോകൾ ഷൂട്ട് ചെയ്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഒരു ഉപകരണമാണല്ലോ ട്രൈപോഡ്. പുതിയതായിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു നല്ല മൊബൈൽ സ്റ്റാൻഡ് ഹോൾഡർ വാങ്ങുക എന്നുള്ളത്. ലാഭം നോക്കിയിട്ട് തീരെ വില കുറഞ്ഞ ഒന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ഫോണ് വീണ് പൊട്ടാനും തീരാ നഷ്ടങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. എന്നാൽ പുതിയ യൂട്യൂബേഴ്സിന് ഒരിക്കലും വില കൂടിയ ഒരു ട്രൈപോഡ് വാങ്ങേണ്ട കാര്യമില്ല. പകരം ഇതുപോലെ മിതമായ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു ട്രൈപോഡ് വാങ്ങിയാൽ മതിയാകും. ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ പഴയ ട്രൈപോഡിന് പകരം അത്യാവശ്യം കൊള്ളാവുന്ന മിതമായ വിലക്ക് കിട്ടുന്ന നല്ല ഒരു ട്രൈപോഡ് പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും മറ്റും ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ ട്രൈപോഡ് സ്റ്റാൻഡ് വാങ്ങുമ്പോൾ ഇതോടൊപ്പം നമുക്ക് നമ്മുടെ മൊബൈൽ ക്യാമറ ഓൺ ആക്കുന്നതിനും ഓഫ് ആക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് റിമോട്ട് സ്വിച്ച് കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ ഈ ബ്ലൂടൂത്ത് റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ വീഡിയോകളും ഫോട്ടോകളും ഷൂട്ട് ചെയ്തെടുക്കാനും കഴിയും. നമ്മുടെ ഈ മൊബൈൽ വീഡിയോ ക്യാമറ ഇളകാതെയുള്ള വീഡിയോകളും ഫോട്ടോകളും ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്ലൂടൂത്ത് ക്യാമറ സ്വിച്ച് നമുക്ക് വളരെ നല്ല ഒരു ഉപകാരമാണ്. ഈ ബ്ലൂടൂത്ത് റിമോട്ട് സ്വിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന പ്രത്യേക തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് തന്നെ ചിത്രീകരിക്കുകയും ചെയ്യാം. ഇതിന്റെ മേലെ ഈ കാണിക്കുന്ന ഈ പേരിലുള്ള ഒരു ട്രൈപോഡാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ മറ്റു തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കാമെന്നും കനം കുറഞ്ഞതും കയ്യിൽ കൊണ്ടു നടക്കാവുന്നതുമാണെന്നുള്ള കാര്യം ഇതിന്റെ ബോക്സിന്മേൽ പ്രത്യേകമായി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് വാങ്ങുന്ന ചെറിയ വിലക്കനുസരിച്ചാണെങ്കിൽ ഇതിന്മേൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആണെന്ന് പറയാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ക്യാമറ റിമോട്ട് കൺട്രോൾ സ്വിച്ച്. കൂടാതെ ഇതുപോലെ റിംഗ് ലൈറ്റ് പിടിപ്പിക്കാം എന്ന് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഇതോടൊപ്പം കിട്ടുന്നില്ല. റിംഗ് ലൈറ്റ് വേണമെന്നുള്ളവർക്ക് മറ്റൊരെണ്ണം വാങ്ങി പിടിപ്പിക്കുകയും ചെയ്യാം. ഈ ട്രൈപോഡ് വലിച്ചു നീട്ടുകയും ചെറുതാക്കുകയും ചെയ്യുന്നതിനുള്ള 4 തരത്തിലുള്ള അഡ്ജസ്റ്റ് സ്റ്റെപ്പുകൾ ഇതിന്മേൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ കുത്തനെയോ സമാന്തരമായിട്ടോ പിടിപ്പിക്കുന്നതിനുള്ള ഒരു മൊബൈൽ ഹോൾഡറും ഇതോടൊപ്പം കിട്ടുന്നുണ്ട്. 170 സെന്റിമീറ്റർ അഥവാ 5.5 അടി മൊബൈൽ ഹോൾഡർ അടക്കം 6 അടി ഹൈറ്റ് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇക്കാണുന്ന ലൈറ്റുകളും ക്യാമറകളും മറ്റും ഘടിപ്പിക്കാം എന്നും പറയുന്നുണ്ട്. ഇതിന് 1 കിലോ തൂക്കവും മൊബൈൽ ഹോൾഡർ അടക്കം 6 അടി ഉയരവും കിട്ടും. 2.5 അടി ഉയരത്തിലേക്ക് ഇത് ചെറുതാക്കി വെക്കുകയും ചെയ്യാം. ഇനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് ഒന്ന് നോക്കാം. മൊബൈൽ ഫോണിൽ ടച്ച് ചെയ്യാതെ ദൂരെ നിന്നുകൊണ്ട് വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നതിനുള്ള ഒരു റിമോട്ട് കൺട്രോൾ സ്വിച്ച് ആണല്ലോ ഇത്. ഇത് iOS ഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകളിലും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിലെ ബാറ്ററി തീർന്നു പോയാൽ അതെടുത്ത് കാണിച്ചിട്ട് പുതിയ ഒരു ബാറ്ററി വാങ്ങി ഇതിലിട്ട് ഉപയോഗിക്കാനും കഴിയും. ബാറ്ററി ഓൺ ചെയ്യുന്നതിനുള്ള ഒരു സ്വിച്ച് ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലെ ബാറ്ററി വേഗം തീർന്നു പോകാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഇനി ഇതോടൊപ്പം കിട്ടുന്നത് മൊബൈൽ പിടിപ്പിക്കുന്നതിനുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ്. അത്യാവശ്യം ബലമുള്ള കൊള്ളാവുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ് ഇതോടൊപ്പം കിട്ടിയിട്ടുള്ളത്. സ്പ്രിംഗ് ഹോൾഡറുകളേക്കാൾ നല്ലത് മിക്കപ്പോഴും ഇങ്ങനെയുള്ള ഹോൾഡറുകൾ തന്നെയാണ്. ട്രൈപോഡുമായിട്ട് ഈ ഹോൾഡർ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി തോന്നുന്ന 2 ത്രെഡ് ഹോളുകളും ഇതിന് കാണുന്നുണ്ട്. ഹോൾഡർ ബ്രാക്കറ്റുകൾക്ക് അത്യാവശ്യം വീതിയുള്ളത് കൊണ്ട് കുറച്ച് കട്ടിയുള്ള ഫോണുകളോ അതല്ലെങ്കിൽ കവറോട് കൂടിയിട്ടുള്ള ഫോണുകളോ ഒക്കെ ചിലതൊക്കെ ഇതിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയും. ചിലതരം മൊബൈൽ ഹോൾഡറുകൾ ഇതുപോലുള്ള സ്പ്രിംഗ് ഹോൾഡറുകളായിരിക്കും. ഇങ്ങനെയുള്ള മൊബൈലുകളിൽ നിന്നുള്ള ഫോഴ്സ് കാരണം മൊബൈലിന് ഡാമേജ് പറ്റാനും പലപ്പോഴും മൊബൈൽ ഈ ഹോൾഡറിൽ നിന്ന് തന്നെ തെറിച്ചുപോയി കേടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹോൾഡറുകൾ തന്നെയാണ് നല്ലത്. നമുക്ക് ആവശ്യാനുസരണം അത് ടൈറ്റ് ആക്കുകയോ ലൂസ് ആക്കുകയോ ചെയ്ത് ഉപയോഗിക്കാം.
ഈ ഹോൾഡറിന്റെ ബ്രാക്കറ്റ് ആവശ്യത്തിന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ മൊബൈലുകളോ അതല്ലെങ്കിൽ ഫോൺ കവറോട് കൂടിയിട്ടുള്ള മൊബൈലുകളോ ഒക്കെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതിനു മാത്രം ഉള്ള ഒരു സ്പേസ് ഈ ഹോൾഡറിന്റെ ബ്രാക്കറ്റിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഈ ട്രൈപോഡ് ഹോൾഡറിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ അധികം ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇത്തരം മൊബൈൽ ഹോൾഡറുകൾ പകരം പുറത്തു നിന്നും വാങ്ങാനും കിട്ടും. ഇനി ബോക്സിൽ ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. പെട്ടെന്ന് കീറിപ്പോകാത്ത തരം ക്ലോത്ത് മെറ്റീരിയലോട് കൂടിയിട്ടുള്ള ഒരു ക്യാരി ബാഗും ഇതോടൊപ്പം കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ച് ട്രൈപോഡ് നമുക്ക് ആവശ്യമുള്ളവർക്ക് കൂടെ കൊണ്ടു നടക്കാനും പൊടി പിടിക്കാതെയും മറ്റും സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. ടോട്ടൽ 6 അടി 5.5 അടി ഉയരമുള്ള ഈ ട്രൈപോഡ് വെറും 2.5 അടിയിലേക്ക് നമുക്ക് ചുരുക്കി വെക്കാനും കഴിയും. നമ്മൾ വാങ്ങുന്ന വിലക്കനുസരിച്ചുള്ള അത്യാവശ്യം ബലമുള്ള നല്ല വൃത്തിയുള്ള ഒരു ട്രൈപോഡാണിത്. തെന്നിപ്പോകാതിരിക്കുന്നതിന് ഇതിന്റെ കാലുകളിൽ റബ്ബർ ബുഷുകളും കൊടുത്തിട്ടുണ്ട്. അഴിച്ചു മാറ്റുന്നതിനും മുറുക്കുന്നതിനുമായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ബോൾട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാലുകൾ നമ്മുടെ ആവശ്യാനുസരണം അകത്തി വെച്ചിട്ട് അത് മുറുക്കി ടൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലോക്കറാണ് ഈ കൊടുത്തിട്ടുള്ളത്. 799 രൂപയാണ് ആമസോണിൽ നിന്നും ഞാൻ ഇത് വാങ്ങിയ 2025 വില. വളരെ വലിയ കാലുകളോട് കൂടിയ പല ട്രൈപോഡുകളെയും അപേക്ഷിച്ച് ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതിനും തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കുന്നതിനും വളരെ ഉപകാരപ്പെടും. 4 ലോക്കുകൾ ഇവിടെ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നീട്ടി വലുതാക്കുകയോ ചുരുക്കി ചെറുതാക്കുകയോ ചെയ്തിട്ട് നമുക്ക് ഇതുപയോഗിച്ച് ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അത്ര മോശമല്ലാത്തൊരു അലൂമിനിയം മെറ്റീരിയലാണ് ഈ ട്രൈപോഡ് എന്ന് തന്നെ പറയാം. അതുപോലെ ട്രൈപോഡ് മൊബൈൽ ഹോൾഡറുമായിട്ട് നന്നായി ഘടിപ്പിക്കുന്നതിനും അത് അഴിച്ചെടുക്കുന്നതിനുമായിട്ട് ഇവിടെ ഒരു ടൈറ്റനിങ് ബോൾട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൊബൈലിന്റെ സേഫ്റ്റിക്ക് ഒന്നുകൂടി നന്നായി ഉപകരിക്കുകയും ചെയ്യും. മറ്റ് തരത്തിലുള്ള ക്യാമറകളും ലൈറ്റുകളും ഒക്കെ ഘടിപ്പിക്കുന്നതും ഇതേപോലെ ഇതേ സ്ഥാനത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഹോൾഡർ ഇടത്തോട്ടോ വലത്തോട്ടോ കുത്തനെയോ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ സൗകര്യാർത്ഥം ഉപയോഗിക്കാം എന്നുള്ളതും ഒരു നല്ല ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. 5.5 അടിയാണ് ഇതിന്റെ ഉയരം. മൊബൈൽ ഹോൾഡർ അടക്കം 6 അടി ഉണ്ടായിരിക്കും. ഇതിന്റെ വില എത്രയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ല. ഇതിനേക്കാൾ ഒരു 100 രൂപ അധികം കൊടുക്കുകയാണെങ്കിൽ ഈ ടൈഗോട്ട് എന്ന ട്രൈപോഡിന്റെ പ്രോ ഗ്രേഡിലുള്ള ട്രൈപോഡ് വാങ്ങാൻ കിട്ടും. ഈ ട്രൈപോഡും ഇതിന് സമാനമായിട്ടുള്ള മറ്റ് ചില ട്രൈപോഡുകളും ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് വേണ്ടത് അതിൽ കയറി നോക്കിയിട്ട് വാങ്ങാം. അല്ലാതെ പുറത്ത് കടകളിൽ നിന്നും നമുക്ക് ഇതുപോലുള്ള ട്രൈപോഡുകൾ വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അടങ്ങുന്ന ഇതുപോലുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടി ശ്രമിക്കുക.